ഒരു ടൂണുണ്ട് സാധനത്തിന്. ടൂണ് കാണിച്ചു പണിവാളിയിലെ മച്ചാനെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സുസുക്കി മാക്സിനകത്ത് കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തേക്കണത്, എവിടേക്കാണ് ചെയ്തേക്കുന്നത്, എന്തൊക്കെയാണ് കോസ്റ്റ്, എത്രയ്ക്ക് കോസ്റ്റ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകാം. നമ്മളാദ്യം തന്നെ ഇതിനകത്തൊരു RX 100ൻ്റെ ഒരു കേരിയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ RXൻ്റെ തന്നെ ഒരു ടെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ടെയിലിന് ഏകദേശം ടെയിൽ ലൈറ്റിന് ഏകദേശം പ്രൈസ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 260 രൂപ അങ്ങോട്ട് ഈ ലൈറ്റിൻ്റെ സെക്ഷനായിട്ടുള്ളത്. പിന്നെ അതുപോലെ 4 ഇൻഡിക്കേറ്ററിനോട് നമുക്ക് 500 റുപ്പീസാണ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കേരിയറിനാണ് കുറച്ച് റേറ്റ് ആയത്, 1200 രൂപ ആയിട്ടുണ്ട് നമ്മൾ മേടിച്ചപ്പോൾ. പിന്നെ അതുപോലെ തന്നെ വണ്ടിക്കകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡൊമിനോൻ്റെ ഒരു ക്വിക്ക് ത്രോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റൈഡിങ് കംഫർട്ട് ഇടാനായിട്ടാണ്. പിന്നെ ടോട്ടലി പറയുകയാണെങ്കിൽ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റിയ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ വണ്ടി എടുത്ത ടൈമിൽ നമുക്ക് ഫേസ് ചെയ്ത വിഷയം എന്ന് വെച്ചാൽ ബാക്ക് വീലിൻ്റെ ബെയറിങ് ഔട്ടായി കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ കൊണ്ട് ഫേസ് ചെയ്ത് ലൈറ്റ് കൊണ്ട് ചെയ്തു. അപ്പോൾ അതിന് കോസ്റ്റ് ഒരു 600 രൂപയുണ്ട് ഏകദേശം ലൈറ്റ് കൊണ്ട് ബെയറിങ് സീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. വേറെ നമുക്ക് അധികം കോസ്റ്റ് കാര്യങ്ങളൊന്നും വണ്ടിയുമ്പോൾ ചിലവായിട്ടില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് എടുത്ത വണ്ടിയാണ് ഇപ്പോൾ എന്താ പറയുക. പിന്നെ വണ്ടിക്കൊരു യൂണീക്കായിട്ടൊരു കാര്യം കൂടി ഉണ്ട്. ഇത് സുസുക്കി മാക്സ് 100 അല്ല. അപ്പോൾ മാക്സ് 100 എന്ന് പറയുന്നത് മാത്രം സുസുക്കി മാക്സ് 100 അല്ല. ഇതിൻ്റെ റിയൽ നെയിം RC ഉള്ള നെയിം എന്ന് വെച്ചാൽ സുസുക്കി മാരി 100 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കേണ്ട ഡൗട്ട് ഉണ്ടെങ്കിൽ വണ്ടി നമ്പർ ഉണ്ട്, അടിച്ച് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ യൂണീക്ക് വണ്ടിയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇങ്ങനെ വണ്ടി ഇല്ല, ഈ ഒരു പേരുള്ള വണ്ടി വേറെ ഇല്ല കേരളത്തിൽ. ഇന്ത്യയിൽ ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമുക്കൊരു റയറായിട്ട് കിട്ടിയൊരു വണ്ടിയാണിത്. അപ്പോൾ ഇത് തന്ന ഓണർക്ക് പോലും ഇതറിയില്ല ഇതൊരു മാരി 100 ആണെന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെയാണ് നമുക്ക് ഈ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയത്. പിന്നെ ടോട്ടലി പറയുകയാണെങ്കിൽ കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇറക്കണത്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം യൂസിന് വേണ്ടി മേടിച്ചാണ്. അപ്പോൾ ഇനി പെയിൻറ്റിങ്ങും സീറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വർക്കുകളുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ ഇത്ര ചെയ്തിട്ടുള്ളൂ. 2 റൗണ്ട് മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ RXൻ്റെ 4 ഇൻഡിക്കേറ്റർ, ഡൊമിനോൻ്റെ ക്വിക്ക് ത്രോട്ടിൽ, അതുപോലെ തന്നെ RXൻ്റെ ബാക്കിൽ കാരിയറും. ഇത്രയാണ്. നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ പക്ക ഒരു RXൻ്റെ ഒരു മൂടാണ് വണ്ടി. ഈ സീറ്റും കൂടെ അടിച്ച് പെയിൻറ്റിങ് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവുക തന്നെ ഇല്ല. അതുപോലെ ആ രീതിക്ക് വണ്ടി മാറും. ഇപ്പം നിലവിൽ എന്ന് പറയാനായിട്ട് പെയിൻറ്റിങ് കൂടി ചെയ്ത് സെറ്റാണ് വണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സോസിനോടൊന്ന് കേട്ടിട്ട് പെട്രോൾ ഓഫാക്കിയിട്ടേക്കാം. പെട്രോളൊന്ന് ഓണാക്കട്ടെ. ഓക്കെ, പെട്രോൾ ഓഫാക്കിയിട്ട കാരണം സ്റ്റാർട്ടിങ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പെട്രോൾ ഓഫായിരുന്നല്ലോ, അതിൻ്റെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ്. അധികം ഓവർ ലൗഡൊന്നുമല്ല. എന്നാൽ ഒരു വെടിയുണ്ട് സാധനമാണ് സൈലൻസർ നമ്മുടെ. അപ്പോൾ സൈലൻസർ സ്റ്റോക്ക് തന്നെയാണ്, പക്ഷെ എന്നാലത്തെ പോലും ചെറിയ ചെറിയ മോഡിഫിക്കേഷനൊക്കെ സൈലൻസറിൽ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസമാണ്. ഈ ഐഡിയിൽ നിൽക്കുമ്പോൾ തന്നെ കേട്ടാ ഒരു ടൂണുണ്ട് സാധനത്തിന്. ടൂണ് കാണിച്ചു പണിവാളിയിലെ മച്ചാനെ. വണ്ടി ഓഫായതാണ്. അത് കുറച്ച് ഐഡിയിൽ നിൽക്കുള്ളൂ, അറിയാലോ. 2 സ്റ്റോക്ക് വണ്ടിയാണ്. പെട്രോൾ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കണ്ടൻറ്റ് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ബൈ.